ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ജില്ല മാത്രമേ ഉള്ളൂ. കൂടുതൽ ജില്ലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കൂടുതൽ ജില്ലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് ആഗ്രഹം. പക്ഷേ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ടാസ്ക് അല്ല. നമുക്ക് ഒരു സ്ഥലം മേടിച്ച് ബിൽഡിംഗ് വെച്ച് നമുക്ക് അങ്ങനെ ആക്കി അത് അത്രയ്ക്കും ആൾക്കാർ വന്ന് അത്രയ്ക്കും ഒരു ഫിനാൻഷ്യലി വയബിൾ അല്ല. നോർമലി പിന്നെ നല്ല മോണിറ്ററിംഗ് സിസ്റ്റം വേണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇൻകം വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നോൺ ക്യൂറബിൾ ഡിസീസിനെയാണ് നമ്മൾ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇത് സാമ്പത്തികമായിട്ടും പേരൻസിനോ അല്ലെങ്കിൽ പേഷ്യൻസിനോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് കണ്ടിന്യൂറ്റി പിന്നെ അത് നഷ്ടപ്പെടും, അവരത് നിർത്തും, പോവും. അതുകൊണ്ട് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫീസൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹൈലി പെയ്ഡായിട്ടുള്ള റീഹാബ് തെറാപ്പിസ്റ്റുകളും ടീച്ചേഴ്സൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിലേക്ക് വരുമ്പം അവരുടെ ജീവിതോപാധിയാണ് അവർ പഠിച്ച കോഴ്സ്. അപ്പോൾ അവർക്ക് മാന്യമായ ശമ്പളം വേണം, എങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് നല്ല ശമ്പളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാലേ അവർക്കും സന്തോഷമായിട്ട് വന്ന് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം ഫീസ് ചാർജ് ചെയ്യേണ്ടി വരും. ഈ ഫീസ് കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തികം ഈ പറയുന്ന പേരൻസിന് എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ പിന്നെ ഗവൺമെൻറ് കിട്ടുന്ന സപ്പോർട്ടും വളരെ ചെറിയൊരു ഫിനാൻഷ്യൽ എയ്ഡാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഓരോ സെൻറ്റർ തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സ്ഥലം ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിംഗ് ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു വിളിക്കുക, ഷുവറായിട്ട് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കാറുണ്ടോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് സാമ്പത്തിക സഹായം ഇല്ല. ഗവൺമെന്റ് മെയിൻലി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂളുകൾക്കാണ്. സ്പെഷ്യൽ സ്കൂളുകൾക്കാണ് ഗവൺമെന്റ് കൊടുക്കുക. തെറാപ്പി സെന്ററുകൾക്കോ ഹോസ്പിറ്റലുകൾക്കോ അങ്ങനെ ഗവൺമെന്റ് എയ്ഡ് ഇല്ല. നമുക്ക് എല്ലാ രജിസ്ട്രേഷൻസും ഉള്ള സെൻ്ററാണ് നമ്മുടേത്. PW രജിസ്ട്രേഷനും മറ്റ് എല്ലാ രജിസ്ട്രേഷനും ഉള്ള സെൻ്ററാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഗവൺമെൻറ് എയ്ഡിലേക്ക് പോകണമെങ്കിൽ അത് സ്കൂളിന് മാത്രമാണ് ഇപ്പം ഉള്ളത്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകൾക്ക് മാത്രം. ഇവിടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് തെറാപ്പിയുടെ ഫീസ് തന്നെയാണ്. ഈ ഫീസിൽ നിന്നാണ് എല്ലാ ചിലവുകളും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സർ, നമുക്കിവിടെ 8 to 5 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. 8:30 to 12 വരെ നമ്മുടെ ഡോക്ടർ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ സെഷൻസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓരോ തെറാപ്പികളാണ്, അത് 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ തെറാപ്പി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ കുട്ടികൾക്കുള്ള സെഷൻസിലൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുക. പിന്നെ 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഓരോ സെഷൻസും ഉണ്ടാവുക. എൻ്റെ പേര് ലീന എന്നാണ്. ഞാൻ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ വരുന്നത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളും അങ്ങനെ ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21 ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ വോം വെൽക്കമാണ് അവർക്ക് കൊടുക്കുന്നത്. അവരെ ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി വിടും. ദെൻ അവർക്ക് തെറാപ്പീസ് അസൈൻ ചെയ്യും. ദെൻ അവരെ തെറാപ്പിസ്റ്റുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. നല്ല വെൽ ട്രീറ്റ്മെൻറ്റും തെറാപ്പീസുമാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്കിവിടെ സ്കൂൾ സിസ്റ്റവും ഉണ്ട്. അപ്പം കുട്ടികളെ നമ്മൾ വെൽ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ലൈക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇവിടുന്ന് ആരൊക്കെ പോയിട്ടുണ്ടോ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമാണ്, നല്ല ഫീഡ്ബാക്ക് തന്നിട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടുത്തെ HOD-ആണ് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീജ. ഞാൻ ഇവിടുത്തെ HOD-ആണ്. എൻ്റെ കൂടെയുള്ള ഞങ്ങൾ 6 പേരാണുള്ളത്. ഇവിടെ കൂടുതലായിട്ട് പീഡിയാട്രിക്കാണ് ചെയ്യുന്നത്. അതിൽ CP കുട്ടികൾ, പിന്നെ ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, അങ്ങനെ ഒത്തിരി കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുതിയതായിട്ട് ബ്രെയിൻ ജിം എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഉണ്ട് ഓട്ടിസം കുട്ടികൾക്കായിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അഡൾട്ടിനുള്ള ഓർത്തോയും ന്യൂറോയും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ട്രെഡ്മില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അൺവീയിങ് മെഷീൻസ്, പിന്നെ ടിൽ ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മെഷീൻസ്, ഓർത്തോയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഷീനുകൾ, ജിമ്മ് എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഒക്യുപേഷൻ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ അലനാണ് ഇതിൻ്റെ ഇൻചാർജ്. നിങ്ങളോട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും.
സാർ പറഞ്ഞോളൂ, ഇത് OT ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ മെയിനായിട്ട് ADHD, ഓട്ടിസം, CP അങ്ങനെ പല കേസുകൾ വരുന്നുണ്ട്. നമ്മൾ OT മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൻസറി ആക്ടിവിറ്റീസിലാണ്. സെൻസറി കൊടുക്കുന്നുണ്ട്, പ്ലേ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്, അവർ ADL ആക്ടിവിറ്റീസ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൊത്തം ഇവിടെ ഒരു 6 തെറാപ്പിസ്റ്റിലാണ്. നമ്മൾ രാവിലെ തൊട്ട് ഒരു 11 സെഷൻസ് ഉണ്ടാവും. നമ്മൾ പിള്ളേരെ ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലിനിക്കൽ ഡിസ്കഷൻ റൂമാണ്. ഇവിടെ വെച്ചിട്ടാണ് ഡോക്ടറും തെറാപ്പിസ്റ്റും പേഷ്യൻസും അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അപ്പം വെളിയിലുള്ള ആൾക്കാർക്ക് ലൈവായിട്ട് നമ്മുടെ സൂം വഴി കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. അങ്ങനെ വിദൂരത്തുള്ള പേരൻസിന് അവരുടെ കൊച്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നേരിട്ട് കാണാനും ഡോക്ടറുമായിട്ട് സംസാരിക്കാനൊക്കെയുള്ള അവസരം ഇവിടെയുണ്ട്. അങ്ങനെ ഇവിടെ പീരിയോഡിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ തെറാപ്പികളും ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തുന്നത്. ഏതൊക്കെ തരത്തിലുള്ള തെറാപ്പികളാണ് കൂടുതലായിട്ടും? ഇവിടെ തെറാപ്പികൾ നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, IAP, പ്രീ വൊക്കേഷണൽ ട്രെയിനിങ്, ജോബ് പ്ലേസ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി പോവുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് ഓരോ കുട്ടികളുടെയും അവരുടെ അവസ്ഥ അനുസരിച്ച് നമ്മളിപ്പം പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇനി വരും മാസങ്ങളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഓട്ടിസം കുട്ടികൾക്കാണ് ഓട്ടിസത്തിന് വേണ്ടിയുള്ള പ്രീ സ്കൂൾ. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 1 ഇയർ ട്രെയിനിങ്, എങ്ങനെയാണ് നോർമൽ സ്കൂളിൽ അഡോപ്റ്റ് ആവുക എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമൽ സ്കൂളിലേക്ക് വിടാൻ പറ്റും എന്ന രീതിയിൽ. സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് അതെങ്കിൽ തെറാപ്പിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പ്രീ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. ഓരോ പർട്ടിക്കുലർ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അവരുടേതായ കാറ്റഗറി ആൾക്കാരെ തന്നെ വെച്ചിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അഡോപ്ഷൻ, പുതിയ എൻവയോൺമെൻറ്റ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അത് തന്നെ ഒരു 1 ഇയർ ട്രെയിനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ അവരെ നോർമൽ സ്കൂളിലേക്ക് വിടുക. നമസ്കാരം, എൻ്റെ പേര് സിംനയാണ്. വൈസ് പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇയാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മൾട്ടി സെൻസറി അപ്രോച്ചാണ്. അപ്പം ഇവിടെ ഇതൊരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് പ്രീ പ്രൈമറി മുതൽ വൊക്കേഷണൽ വരെയുള്ള ക്ലാസ് റൂംസ് ഉണ്ട്. അപ്പോൾ പ്രീ പ്രൈമറി ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, പ്രീ വൊക്കേഷൻ, ദെൻ വൊക്കേഷണൽ. ഓരോ ക്ലാസ് റൂമിനും നമുക്ക് ടീച്ചേഴ്സുണ്ട്, ഇവർക്ക് നമുക്കൊരു ആയയുണ്ട്. അപ്പം IEP എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷനാണ്. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ കുട്ടികൾക്ക് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും റെക്കഗ്നൈസ് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്യുക, സ്ട്രെങ്ത്തിനെ എൻഹാൻസ് ചെയ്യുകയും വീക്ക്നെസ്സിനെ നമ്മൾ മറ്റു പല ടാസ്കുകളും കൊടുത്ത് അതിനെ ഇംപ്രവൈസ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ് അതിനകത്ത് ചെയ്യുന്നത്. സ്കൂളിങ്ങിൽ നമ്മൾ പ്രൈമറി മുതൽ, പ്രീ പ്രൈമറിയിൽ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ഇല്ല, പ്രൈമറി മുതലാണുള്ളത്. പ്രൈമറി മുതൽ നമ്മൾ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പ് സെറ്റിംഗ് ആണെങ്കിൽ കൂടിയും ഇൻഡിവിജ്വലി നമ്മൾ അസസ് ചെയ്തതിന് ശേഷം അവരുടെ സ്കിൽസ് അനുസരിച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കൊരു ബാഡ്മിൻ്റൺ ടീമുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പോർട്സ് ഗ്രൗണ്ട് ഹയർ ചെയ്ത് അതിനകത്തേക്ക് സ്പോർട്സിലെല്ലാ വീക്കിലും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല യോഗ, സൂംബ, മറ്റ് ഡിഫറെൻറ്റ് ഇൻഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിലൊക്കെ രജിസ്ട്രേഷൻ നടത്തി നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബാക്കി ഡോക്ടറുടെ ഫെസിലിറ്റി ഉണ്ടോ? ഇവിടെ ഒരു കുട്ടി അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഫയലൊക്കെ എടുത്ത് ആദ്യം നമ്മൾ ഡോക്ടേഴ്സാണ് കാണുക. ഒന്നുകിൽ ന്യൂറോ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിസിഷ്യനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരാദ്യം കുട്ടീനെ അസസ് ചെയ്യും. ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് അവർ നടത്തും. അതിനുശേഷം എന്തെല്ലാം ആണ് ആൾക്ക് വേണ്ടതെന്നുള്ളത്
ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ ഹെൽപ്പോട് കൂടി അത് മനസ്സിലാക്കിയതിന് ശേഷം ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊച്ചിനെ, അതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊച്ചിനെ വിടും. അവിടുന്ന് അസസ്മെൻ്റ് എടുക്കും. ആ അസസ്മെൻറ്റിന് എല്ലാം കൂടെ എടുത്തിട്ട് ഡോക്ടർ പഠിച്ചതിന് ശേഷം പേരൻസിനോട് പറയും എത്ര നാളത്തേക്കാണ് നമ്മുടെ തെറാപ്പികൾ വേണ്ടി വരിക എന്നുള്ളതും അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും ഡോക്ടേഴ്സ് കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രോസസ് പോകുക. തെറാപ്പി നമുക്ക് ഇൻഹൗസ് താമസിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ പുറമെ ആൾക്കാർ വീടുകൾ വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ റൂം വാടകയ്ക്ക് എടുത്ത് താമസിച്ചാണ് ഇവിടെ തെറാപ്പി ചെയ്തു വരുന്നത്. ഈ തെറാപ്പിക്ക് വരുന്ന കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും മേഖലകളിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ തെറാപ്പി വരുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സെൻസറി പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സെൻസറി പാർക്കുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഈ പറയുന്ന സിനിമ തിയേറ്ററുണ്ട്. സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബിഗ് സ്ക്രീനിൽ നല്ല സൗണ്ടിൽ അവരുടെ ഇഷ്ടപ്പെട്ട സാധാരണ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്യാപ്പുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഫ്രീ ഉള്ള സമയങ്ങളിൽ അവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൽ സ്റ്റേജ് ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ സൈക്കിൾ ഓട്ടണം അങ്ങനെയുള്ള ചെറിയ സ്കില്ലുകൾ പഠിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ പ്ലേ പാർക്ക് കാര്യങ്ങൾ, പിന്നെ ചെടികൾ, കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ, പച്ചക്കറി കൃഷികൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പരിശീലനങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ എവിടുന്ന് ദൂരെ നിന്ന് വന്നാലും അടുത്തുനിന്ന് വന്നാലും അവർക്ക് ഫുൾ ടൈം എൻഗേജ് ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ടാവും. സ്ഥാപനത്തിന്റെ ഒരു വർക്കിംഗ് ടൈം 8 to 5 ആണ്. മൺഡേ ടു സാറ്റർഡേ, സൺഡേ ഹോളിഡേ വർക്കിംഗ് അവേഴ്സ്. ആ സമയത്തിനുള്ളിൽ വന്ന് ഡോക്ടറെ കാണുകയോ തെറാപ്പി എടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളിങ്സിനുള്ള അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ നമുക്കിവിടെ ലാബുണ്ട്, ഫാർമസി ഉണ്ട്, അതുപോലെ ന്യൂറോഫിസിയൽ ലാബുണ്ട്. EEGയും ബെറ ടെസ്റ്റും നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആ ഏരിയയും നമുക്ക് ഇവിടെ തന്നെയുണ്ട്, ഇൻഹൗസ് തന്നെയുണ്ട്. അപ്പം പുറമേ ഒന്നും ഇത് പോയി ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല. എല്ലാ സൗകര്യവും നമുക്ക് സ്ഥാപനമാണ് ഇത്. അതെ. ഈ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രീ അപ്പോയിന്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? അതിന് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെയും ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. സ്കൂളിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഉണ്ട്, തെറാപ്പികൾക്ക് വേണ്ടിയുണ്ട്. അതിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് അന്നേരം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ വിളിച്ച് അതിൻ്റെ സമയമെല്ലാം കൊടുത്ത് ഡോക്ടറെ കണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ഈ തെറാപ്പിക്കൊക്കെ രാവിലെ ഇവിടെ വരുന്ന കുട്ടികൾ ചിലപ്പോൾ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടാവുമല്ലോ. അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുമോ അതോ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ? ഇവിടെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ കുറുക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ പാല് ചൂടാക്കാൻ അങ്ങനെ അവരുടേതായ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കിവിടെ ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് അവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് താഴെ ക്യാൻറ്റീനുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ വരാൻ സാധിച്ചതും വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ഇനിയും വളരെയധികം കുട്ടികൾക്ക് തണലായിട്ട് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ വളരെയധികം സ്ഥലത്തേക്ക് വ്യാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.